ശ്രീ ജിൻഡോ ജോൺ, ശരിയാണ്. കോൺഗ്രസ് ഈ വിഷയത്തിൽ ഈ സമരം തുടങ്ങി അതൊരു അക്രമാസക്തമായി പോലീസ് ലാത്തി വീശി തുടങ്ങിയ സമയത്ത് ഞങ്ങളുണ്ട്, നിങ്ങൾക്ക് തല്ലുകൊണ്ടാൽ ചോദിക്കാൻ ഞങ്ങളുണ്ടെന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി മുന്നിൽ നിന്നു. അതിനു മുൻപ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യം അവിടെ അവശേഷിക്കുന്നുണ്ട്. പക്ഷെ അതിനെല്ലാം അപ്പുറം ഇന്നത്തെ ഈ രാജിയെ കോൺഗ്രസ് എങ്ങനെയാണ് കാണുന്നത്? അധികാരം എന്നും ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ, എന്ന ആത്മവിശ്വാസത്തിൽ എന്തും ചെയ്യാമെന്ന ധാർഷ്ട്യത്തിനേറ്റ തിരിച്ചടിയാണോ? തീർച്ചയായിട്ടും ആര്യ, ഇത് എല്ലാവിധ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ധൈര്യത്തിൽ മാത്രം ഭരിക്കുന്ന ഒരു സർക്കാരിനേറ്റ തിരിച്ചടിയാണ്. അതിനു മുമ്പ് താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ ഒരു ഭാഗം കോൺഗ്രസ് ഇത്രയും കാലം എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നതിന് അതിന് കൃത്യമായിട്ടൊരു ഉത്തരവുണ്ട്. ആ നരേറ്റീവ് എവിടെ നിന്നാണ് വരുന്നതെന്നൊക്കെ ഞങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. മെയ് 3-ാം തീയതിയാണ് നീറ്റ് ചോദ്യപേപ്പർ ചോർന്നതുമായി ബന്ധപ്പെട്ട വാർത്ത വരുന്നത്. 13-ാം തീയതി NSUIയുടെ സമരം നടക്കുന്നു. അതിനുശേഷം 14-ാം തീയതി അഹമ്മദാബാദിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ സന്ദർശനം ഉണ്ടാകുമ്പോൾ അവിടെ സമരം നടക്കുന്നു. 13-ാം തീയതിയിലെ സമരം ധർമ്മേന്ദ്ര പ്രധാന്റെ ഔദ്യോഗിക വസതിയിലേക്കുള്ള മാർച്ചായിരുന്നു. അത് കഴിഞ്ഞ് 27-ാം തീയതി ഭുവനേശ്വറിൽ ധർമ്മേന്ദ്ര പ്രധാന്റെ സ്വന്തം വീട്ടിന്റെ മുമ്പിലേക്ക് സമരം നടത്തുന്നു. അതിനിടയ്ക്ക് ജൂൺ 17-നും ജൂലൈ 17-നും രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്തിലെ വിദ്യാർത്ഥികളെ കൂട്ടിക്കൊണ്ട് അവരുടെ ആശയങ്ങളുമായി പങ്കുവെച്ചുകൊണ്ടുള്ള വലിയ റാലിയും പൊതുസമ്മേളനവും രാജസ്ഥാനിലെ കോട്ടയിലും ഡെറാഡൂണിലും നടക്കുന്നു. പിന്നെ ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ജൂലൈ 20-ന് സമരങ്ങളുണ്ട്, ജൂൺ 26-നുണ്ട്. ബോംബെയിൽ, ബാംഗ്ലൂർ അടക്കം രാജ്യത്തിന്റെ വിവിധ നഗരങ്ങളിൽ 28 നഗരങ്ങളിൽ ഒരേ ദിവസം തന്നെ ഒരേ സമയം സമരം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സമരങ്ങൾ NSUIയും യൂത്ത് കോൺഗ്രസും ഒക്കെ നടത്തിയിട്ടുണ്ട്. മറ്റു പ്രതിപക്ഷ കക്ഷികളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ സമരം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ സമരത്തിൻ്റെ ഒരു പ്രത്യേകത, കർഷക സമരം ഉണ്ടായപ്പോൾ ആ സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കാതിരുന്ന ചില ആളുകൾ, CAA സമരം ഉണ്ടായിരുന്നപ്പോൾ, പൗരത്വ ബില്ലിൻ്റെ സമരം ഉണ്ടായിരുന്നപ്പോൾ, അങ്ങനെ ഈ രാജ്യത്തെ നോട്ട് നിരോധനത്തിൻ്റെ വിരുദ്ധ സമരം ഉണ്ടായിരുന്നപ്പോൾ, അല്ലെങ്കിൽ SIR വിരുദ്ധ സമരങ്ങൾ ഉണ്ടായിരുന്നപ്പോൾ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും ആ സമരങ്ങളിലൊക്കെ കൃത്യമായി കോൺഗ്രസിൻ്റെ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളുടെ രാഷ്ട്രീയം മാത്രം കണ്ട് അതിൽ പങ്കെടുക്കാതിരുന്ന ആളുകൾക്ക് പോലും ഈ സമരത്തിൽ വരേണ്ടി വന്നത് ഈ രാജ്യത്തെ ഒരുപാട് മിഡിൽ ക്ലാസ് ഫാമിലിയിലെ കുട്ടികളുടെ ജീവിതത്തെ ബാധിക്കുന്ന, ആ കുടുംബങ്ങളുടെ ഭാവിയെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണെന്ന് അവർ കൂടി തിരിച്ചറിഞ്ഞപ്പോഴാണ്. ഇത്രയും കാലം ഈ രാജ്യത്ത് കഴിഞ്ഞ 12 വർഷക്കാലം രാജ്യത്ത് നടന്ന പല സമരങ്ങളും വിജയിക്കാതെ പോയതിന് കാരണം സമരത്തിന് കാരണമായിട്ടുള്ള സമരമുദ്രാവാക്യങ്ങൾ അനുഭവിക്കുന്ന മനുഷ്യർക്ക് കൂടി ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. സമരം ചെയ്യുന്നവരുടെ മാത്രം കാര്യമായിട്ട് അത് മാറുകയാണ്. ഈ പെട്രോളിയം നികുതി ഭീകരത, അല്ലെങ്കിൽ ഈ പറഞ്ഞ ഓരോന്നും, വിലക്കയറ്റം, തൊഴിലില്ലായ്മ, പട്ടിണി, ദാരിദ്ര്യം, ആൾക്കൂട്ട വിചാരണ, മതന്യൂനപക്ഷങ്ങളും ആദിവാസികൾ നേരിടുന്ന അക്രമങ്ങളൊക്കെ ഇത് ബാധിക്കപ്പെടുന്ന മനുഷ്യർ പോലും മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ സമരത്തിലേക്ക് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രംഗപ്രവേശത്തോടു കൂടി എല്ലാ വിഭാഗത്തിലും പെട്ട മനുഷ്യർക്ക് കൂടി ഇറങ്ങാൻ ഒരു സ്പേസ് കൂടി വന്നു. തീർച്ചയായിട്ടും കോൺഗ്രസ് കൃത്യമായിട്ട് ഒരു അകലം പാലിച്ചു നിന്നത്, അവർ രംഗത്ത് വരുമ്പോൾ കൃത്യമായി ആ വിദ്യാർത്ഥികൾ, യുവജനങ്ങൾ നടത്തുന്ന സമരത്തിന് പിന്തുണ പ്രഖ്യാപിക്കുകയാണ് ഞങ്ങൾ ചെയ്തത്. ആ കുട്ടികളുടെ പാർലമെന്റ് മാർച്ചിന് അതിരൂക്ഷമായിട്ട്, അതിക്രൂരമായിട്ട് അടിച്ചമർത്താൻ നോക്കിയപ്പോൾ അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പ് പോയി റോഡ് ഉപരോധിച്ച് സമരം ചെയ്യുകയും മുഖത്ത് ചവിട്ടേറ്റ് അറസ്റ്റ് ചെയ്യപ്പെട്ട് പോകുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടു. അപ്പോൾ നിരന്തരമായിട്ട് ഇന്ത്യ മുന്നണിയുടെ ഘടകകക്ഷികൾ അടക്കമുള്ള പാർട്ടികൾ കൃത്യമായി സമരരംഗത്തുണ്ടായിരുന്നു. പക്ഷേ ഇത് കോൺഗ്രസ് ഇന്ത്യ മുന്നണിയുടെ ഒരു സമരമാണെന്ന് വരുത്തി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നില്ല, ഇപ്പോഴും അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. കാരണം ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ, യുവജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണെന്ന് ആദ്യം അവർ തിരിച്ചറിയണം. അവർ തിരിച്ചറിഞ്ഞാൽ മാത്രം പോരാ, അവരെ പോലെ തന്നെ ഈ രാജ്യത്തെ മുഴുവൻ മനുഷ്യരും കൃത്യമായി തിരിച്ചറിയണം. സംഘപരിവാറിനും BJPക്കും കഴിഞ്ഞ കാലങ്ങളിൽ വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരത്തിൽ അണിനിരുന്നു എന്നുള്ളതാണ് ഈ സമരത്തിന്റെ ഏറ്റവും വലിയ വിജയം. അപ്പോൾ കോൺഗ്രസ് എവിടെയായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ല. അതിന് കൃത്യമായിട്ട് സമരത്തിന്റെ നാൾ വഴിയൊക്കെ ഞാൻ പറഞ്ഞു വന്നു. പിന്നെ ഇവിടെ BJPയുടെ പ്രതിനിധി ശ്യാംരാജ് പറഞ്ഞത് ജനാധിപത്യ മര്യാദയാണ്, പോരാട്ടത്തിന്റെ ജയമാണെന്നൊന്നും വരുത്തി തീർക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. നോക്കൂ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള, എവറി എംപയർ ഫോൾസ് ഈവൻച്വലി. ഇങ്ങനെയൊന്ന് തുനിഞ്ഞിറങ്ങിയാൽ മുട്ടുമടക്കാതെ പിന്നെ എങ്ങനെ? പ്രിയങ്ക ഗാന്ധി ഇങ്ങനെ കൈയൊക്കെ വിരിച്ചു നിൽക്കുന്ന ഒരു ഫോട്ടോയും പുറകിൽ രാഹുൽ ഗാന്ധി ഉണ്ട്, KC വേണുഗോപാൽ ഉണ്ട്. തീർച്ചയായിട്ടും ആര്യ, ഇതിൽ ഈ സമരത്തിന്റെ വിജയം കോക്രോച്ച് ജനതാ പാർട്ടിക്ക് മാത്രമല്ല, അല്ലെങ്കിൽ സോനം വാങ്ചുകിന് മാത്രമല്ല, ഈ രാജ്യത്ത് രാഷ്ട്രീയമുള്ളവർക്കും ഇല്ലാത്തവർക്കും, പാർട്ടികൾക്കും പാർട്ടിക്കാർക്കും പാർട്ടി ഇല്ലാത്തവർക്കും പ്രതിപക്ഷത്തിനും എല്ലാവർക്കും കൂടി അവകാശപ്പെട്ടതാ. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, BJPക്ക് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരത്തിനോടൊപ്പമായിരുന്നു. ഈ ഭക്ഷണ പൊതികൾ അയച്ചു കൊടുത്ത ആളുകൾ ആരൊക്കെയാണെന്ന് പരിശോധിച്ചാൽ അവരും കൂടി ഉണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്. കേരളത്തിൽ പോലും BJPക്ക് വോട്ട് ചെയ്തിട്ടുള്ള ആളുകൾ പോലും ഈ സമരം
സമരത്തിന് അനുകൂലമായിട്ട് നിലപാട് പറയുന്നത് നമ്മൾ പലപ്പോഴും സ്വകാര്യമായിട്ട് കാണുന്നുണ്ട്. അപ്പോ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കൃത്യമായിട്ട് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുമ്പിൽ പോയി ഒരു സമരം നടത്തുന്നു. അത് എന്തിനു വേണ്ടിയിട്ടാ? രാഹുൽ ഗാന്ധിക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടല്ല. രാജ്യത്തെ വിദ്യാർത്ഥികൾ സമരം ചെയ്യുന്ന ന്യായമായ ആവശ്യത്തെ അടിച്ചമർത്താൻ നോക്കുമ്പോൾ, പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് അടിച്ചു വരുത്താൻ നോക്കുമ്പോൾ, ആക്രമിക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള സമരമാണ്. ഒരു കാര്യം കൂടി പൂർത്തിയാക്കട്ടെ. ബിജെപിയുടെ പ്രതിനിധി പറഞ്ഞ ഞാനൊന്ന് പൂർത്തിയാക്കിയോട്ടെ. ഒറ്റ കാര്യം, ജനാധിപത്യ മര്യാദയുടെ വിജയമാണ്, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റുകൊണ്ട് രാജിവെച്ചു എന്നാണ് BJP പ്രതിനിധി പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഈ ചോദ്യപേപ്പർ ചോർന്നിട്ട് 83 ദിവസമായി. ഈ ധാർമ്മിക ഉത്തരവാദിത്തം 83ാം ദിവസമാണ് BJPക്ക് ഓർമ്മ വന്നത്? ജനാധിപത്യ മര്യാദ, ഈ സമരം തുടങ്ങിയിട്ട് 35 ദിവസം കഴിഞ്ഞു. 36ാമത്തെ ദിവസമാണോ ജനാധിപത്യ മര്യാദയാണെന്ന് BJPക്കും കേന്ദ്രമന്ത്രിസഭയ്ക്കും തോന്നിയത്? അങ്ങനെയല്ല. പാർലമെന്റിൽ മറുപടി പറയാൻ പറ്റാതെ പാതിരാത്രിക്ക് സെൽഫി വീഡിയോ ഇട്ടതുകൊണ്ട് മാത്രം അവിടെ ഇന്റർനെറ്റ് നിഷേധിച്ചപ്പോൾ കാണാൻ പറ്റാത്ത ആളുകൾ കൂടി, കാണാൻ പറ്റാത്ത ആളല്ല, രാജ്യത്തിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിരിക്കുന്ന മനുഷ്യർ കൂടി നരേന്ദ്രമോദിയുടെ വീഡിയോ കണ്ടപ്പോൾ അവർ കൂടി ജന്തർ മന്ദറിലേക്ക് വന്നാൽ പിന്നെ ഈ സർക്കാർ തന്നെ രാജിവെച്ച് പോകേണ്ടി വരുമെന്നുള്ള തിരിച്ചറിവിലാണ് ഇന്ന് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ച് പോകേണ്ടി വന്നത്. അപ്പൊ ഇവർക്ക് തന്നെ അറിയാം ഇവരുടെ കാൽച്ചുവട്ടിലെ